വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ ഇൻ്റർനാഷണൽ സ്കൂളിൽ എത്തിയപ്പോൾ കുറേ പെൺകുട്ടികൾ എൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ. ഞാൻ 19 വയസ്സാണ്. ഈ ഒരു വയസ്സിൽ ഇന്ന സ്ഥാനത്ത് ഈ ഒരു വേദിയിൽ നിൽക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സ്വന്തം സ്കൂളിലും പോയിരുന്നു. അവിടെ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇത് +1 ആണോ +2 ആണ്? +2 ആണ്. എല്ലാവരും +2 ആണ്. ഓക്കെ, ഇവിടെ എല്ലാവരും ഉണ്ട്. 8 മുതൽ +2 വരെയുള്ളതുണ്ട്. ഓക്കെ, അപ്പം എക്സാമും കാര്യങ്ങളായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ? ഇവിടെ സയൻസും പിന്നെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ആർക്കെങ്കിലും പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ഓ, ഇത്രയും തോനെയുണ്ടോ? ഓക്കെ. പിന്നെ ഡോക്ടറാവാൻ താല്പര്യമുണ്ടോ? എൻട്രൻസ് എക്സാം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 19 വയസ്സാണ്. ട്രെയിനി പൈലറ്റാണ്. ഞാൻ +1 +2 എല്ലാതും കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ. +1 +2 ഞാൻ സയൻസ് എടുത്തു. ഞാൻ സയൻസ് എടുത്താലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫിസിക്സും മാത്സും ആണ് മാൻഡേറ്ററി. അത് നമ്മൾ ഫിസിക്സിലും മാത്സിലും 60% അബോവ് മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും തിയറി അക്കാദമി ആയിട്ട് അപ്രോച്ച് ചെയ്യും. അപ്പം ഞാൻ പഠിച്ചത് കോഴിക്കോട് കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് കേട്ടിട്ടുണ്ടോ? ഹൈലൈറ്റ് മാൾ കേട്ടിട്ടില്ലേ? അതിന് മുകളിൽ ബിസിനസ് പാർക്ക് ഉണ്ട്, ഹൈലൈറ്റിൻ്റെ തന്നെ. അവിടെ ക്യാപ്റ്റൻസ് വിൻഡോ പറഞ്ഞ അക്കാദമി ഉണ്ട്. അവിടെ 6 മന്ത് ട്രെയിനിങ് ആയിരുന്നു. അപ്പം അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ എടുക്കണം പറഞ്ഞു. ഫസ്റ്റ് മെഡിക്കൽ ക്ലാസ് 2 മെഡിക്കലാണ്. സോ അങ്ങനെ ക്ലാസ് 2 മെഡിക്കൽ എടുക്കാൻ ബാംഗ്ലൂരിൽ പോയി. ഇതാദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നു, ഞാനും ഉമ്മയും. പിന്നെ അവിടുത്തെ ഭാഷയ്ക്ക് വ്യത്യാസമാണല്ലോ. ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പഠിച്ചത്. ഇപ്പം നിങ്ങൾ തന്നെ പുറത്തങ്ങനെ പോയിട്ടുണ്ടോ ഒറ്റയ്ക്ക്? എല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ട്രിപ്പായിട്ട് അങ്ങനെ പോവുള്ളൂ ഫാമിലി ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പോയി. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു ഫസ്റ്റ്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷും സംസാരിച്ച് വലിയ ഫ്ലുവൻ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതാണെങ്കിൽ ഒരു ഹിന്ദി ഡോക്ടറായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പക്ഷെ മനസ്സിലാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു അത്രയും ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു. അപ്പം പേടിക്കാതെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബ്ലഡ്, യൂറിന്, അത്യാവശ്യം മൊത്തം ടെസ്റ്റ് ചെയ്യും. ബ്ലഡ്, യൂറിന് ടെസ്റ്റ് ചെയ്യും. പിന്നെ ഹിയറിങ് എബിലിറ്റി നോക്കും. പിന്നെ വിഷൻ നോക്കും. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ നോക്കും. പിന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേ ഒക്കെ എടുക്കും. പിന്നെ അതിന് പുറമെ എൻ്റെ ഓർമ്മയിൽ ശരിയാവും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ അഡീഷണൽ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്നിട്ട് ക്ലാസ് 2 മെഡിക്കൽ പാസ്സായി. ക്ലാസ് 2 മെഡിക്കൽ പാസ്സായതിനു ശേഷം തിയറി അക്കാദമിയിൽ ജോയിൻ ചെയ്തു, ക്യാപ്റ്റൻസ് വിൻഡോ. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്തു. നമുക്ക് എക്സാം എഴുതാൻ നമ്പർ വേണമല്ലോ. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് പേരാണ് കമ്പ്യൂട്ടർ നമ്പർ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ എക്സാം എഴുതണം. അപ്പം ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാം, പുറത്തും ഫ്ലൈ ചെയ്യാം, നമ്മളിഷ്ടമാണ്. പുറത്ത് ഫ്ലൈ ചെയ്താൽ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം ഇന്ത്യൻ്റെ ഫ്ലൈയിങ് വലിയ അത്ര ഗുഡൊന്നുമല്ല, മോശമാണ്. കാരണം പിന്നെ കൂടുതൽ സ്കൂൾസ് നോർത്തേൺ ഭാഗത്താണ്. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സൊക്കെ നോർത്തേൺസ് ആയിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് ചോദിച്ചാൽ അവർ വേർതിരിച്ച് കാണും, പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുക. നോർത്തേൺസും സൗത്തേൺസും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ പോയ സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്ട്സ് ക്ലിയർ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്തൊക്കെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഫിസിക്സും മാത്സും റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഫിസിക്സും മാത്സും നമ്മൾ ഇൻറ്റിഗ്രേഷനും അതൊന്നുമല്ല. ഓക്കെ, സൈനും കോസും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ട്. കുറച്ചേ ഉള്ളൂ. സൈനും കോസിന് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് സബ്ജക്റ്റ് എയർ നാവിഗേഷനാണ്. എയർ നാവിഗേഷനിലാണ് ഫിസിക്സും മാത്സും വെച്ചിട്ട് കുറച്ചുള്ളത്. പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് റെഗുലേഷനാണ്. കുറേ ലോസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ മൂന്നാമത്തെ സബ്ജക്റ്റ് മെട്രോളജി എന്ന് പറയുമ്പോൾ അതിൽ ക്ലൈമറ്റും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ക്ലൗഡ്സ്,
അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ പറഞ്ഞ സബ്ജക്റ്റാണ്. ടെക്നിക്കലി 2 സബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പാർട്ടല്ല, ടെക്ക് എന്ന സബ്ജക്റ്റ് തന്നെ 2 സബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സ്പേസിയും ടെക്നിക്കൽ ജനറലും. അത് രണ്ടും നമ്മൾ 2ആയിട്ട് തന്നെ എക്സാം എഴുതണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബയോളജിയിൽ സോളജിയും ബോട്ടണിയും അത് പാർട്ട് അല്ലല്ലോ, വേറൊരു സബ്ജക്റ്റാണ്. പക്ഷേ എക്സാം എങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. ടെക്നിക്കൽ സ്പെസി ഉണ്ട്, ടെക്നിക്കൽ ജനറലും ഉണ്ട്. അത് കുറച്ച് എഞ്ചിനീയർ ലെവൽ ആണ് ഉള്ളത്. നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, എങ്ങനെ എഞ്ചിന് വർക്ക് ചെയ്യുന്നത്, അതാണ് ടെക്നിക്കൽ ജനറലുള്ളത്. പിന്നെ ടെക്നിക്കൽ സ്പെസി, നമ്മൾ ഏത് എയർക്രാഫ്റ്റ് ആണോ ഓടിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ സ്പെസി ഭയങ്കര സിമ്പിളാണ്, വലിയ വാസ്റ്റൊന്നുമില്ല പഠിക്കാൻ, കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ അടുത്ത സബ്ജക്ട്സ് RTR ആണ്. RTR റേഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ. അത് നമ്മളിപ്പം ഫോണിലൂടെ സംസാരിക്കുമല്ലോ വേറെ ആളെ കിട്ടും. ഇപ്പോൾ നമ്മൾ പൈലറ്റ്സ് സാധാ അല്ല സംസാരിക്കുക, അവർക്ക് അവരെ ഭാഷയുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഭാഷയാണ് അത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർക്രാഫ്റ്റിൽ ഓടിക്കുമ്പോൾ നമ്മൾ പൊസിഷനും കാര്യങ്ങളും ഇപ്പം ATC, ഓക്കെ, എയർ ട്രാഫിക് കമ്മ്യൂണിക്കേഷൻ, അവരോട് സംസാരിച്ച് പറയണം നമ്മൾ പൊസിഷൻ, നമ്മൾ എവിടെ എത്തി. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, അത് സംസാരിക്കാനുള്ള ആ ഒരു ഭാഷയാണ് നമ്മൾ RT ശരിക്കും ലൈസൻസ് ആണ് ശരിക്കും. ഓക്കെ, അപ്പം RT 2 പാർട്ട് ഉണ്ട്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 റിട്ടേൺ ടെസ്റ്റ് ആണ്. ഓക്കെ, അത് 20-25 മിനിറ്റോ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ടൈമർ വെച്ച് പഠിക്കണം ശരിക്കും. എനിക്കത് ക്ലിയർ ചെയ്യാനുണ്ട്. RT ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഫ്ലൈയിങ് ചെയ്യുമ്പോൾ RT ക്ലിയർ ചെയ്താൽ മതി, നമുക്ക് എക്സ്പീരിയൻസ് ആവും. കാരണം നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കേണ്ടത് കൂടുതൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം പാർട്ട് 1 റിട്ടേൺ ടെസ്റ്റ് ആണ്. അത് ഇത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കണം. അതെങ്ങനെ വെച്ചാൽ നമുക്കൊരു പേപ്പർ തരും, ക്വസ്റ്റ്യൻ പേപ്പർ തരും. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻസിലും നമ്മൾ സാധാ ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, RT. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ മുമ്പിൽ കുറച്ച് ചാർട്ട്സും ഉണ്ടാവും, ഓരോ എയർപോർട്ടിൻ്റെ. നമുക്ക് എയർപോർട്ടിലായിട്ട് ഓരോ എയർപോർട്ടിനും ഓരോ മാപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പം ഇവിടെ GPS വെച്ച് നമ്മൾ സാധാ മാപ്പ് ഉണ്ടല്ലോ, റോഡ് മാപ്പ്, അതല്ല സ്കൈലുള്ള, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ആ ചാർട്ട്സും ഉണ്ടാവും നമ്മളെ മുന്നിൽ. എന്നിട്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതും വേണം. നമ്മളെ ബാക്കിൽ ഇൻസ്ട്രക്ടറും ഉണ്ടാവും ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട്. നമ്മൾ അവരോട് പറയും വേണം, നമ്മൾ എന്താണോ എഴുതുന്നത് അത് അവരോട് പറയണം. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അതിന് റിപ്ലൈ തരും. അതിന് റിപ്ലൈ തരുമ്പം അത് നമ്മൾ കേട്ടിട്ട് എഴുതും വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 ക്വസ്റ്റ്യൻസും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ള് തീർക്കണം. അത് കഴിഞ്ഞ് പാർട്ട് 1 പാസ്സായി കഴിഞ്ഞാൽ പാർട്ട് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട് 2 ഇൻ്റർവ്യൂ ആണ്. അതുപോലെ നമ്മൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഡൗട്ട്സ് അത് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതാണ് പാർട്ട് 2. പാർട്ട് 2 കുറച്ച് ടഫാണ്, പക്ഷേ നമ്മൾ മറ്റ് സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇത്രയും സബ്ജക്ട്സ് ആണ്. പിന്നെ ഈ സബ്ജക്ട്സ് ഒക്കെ എന്തിനാണ് എഴുതുന്നത് വെച്ചാൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് ഫ്ലൈ ചെയ്യുന്ന എക്സാമ്പിൾ വെച്ച് നോക്ക്. അപ്പം നമ്മൾ പുറത്ത് ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വേറെ എക്സാംസ് ഉണ്ടാവും. അതായത് അവിടുത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറേ എക്സാംസ് ഉണ്ട്. ഓക്കെ, അത് എല്ലാ കൺട്രിയിലും ഡിഫറെൻ്റ് ആണ്. ഒരു 19 എക്സാമൊക്കെ ഉണ്ടാവും ചില കൺട്രിയിൽ, ചിലപ്പോൾ 4 ചിലപ്പോൾ 10 അങ്ങനെയൊക്കെയാണ്, ഡിഫറെൻ്റ് ആണ്. അപ്പം അത് അവിടുത്തെ CPL, ഇപ്പം എക്സാമ്പിൾ ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ പോയി പറക്കുക വിചാരിച്ചു, അവിടുത്തെ എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് CPL കിട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് വന്നു. കാരണം ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ത്യയിലോട്ട് വന്നിട്ട് CPL കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ 3 സബ്ജക്റ്റ് ക്ലിയർ ചെയ്യണം. അത് എയർ നാവിഗേഷൻ, പിന്നെ മെട്രോളജി, റെഗുലേഷൻ. ഈ 3 സബ്ജക്റ്റ് ക്ലിയർ ചെയ്താലേ കൺവേർഷൻ നടക്കുള്ളൂ. അതിന് പുറമെ നമ്മൾ ഇത്ര മണിക്കൂർ പറത്തിങ് കാണിച്ചു കൊടുക്കണം ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ആ കൺവേർഷൻ പ്രോസസ്സ്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പം
ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല ഇരുന്നു. പിന്നെ സ്കോളർഷിപ്പും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചിരുന്നു, പക്ഷേ അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൊടുക്കുന്നത്, അത് എത്രത്തോളം സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പം എനിക്കറിയാൻ പറ്റിയത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ ഫ്ലൈയിങ് സ്കൂൾ കുറേ ഉണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് 5 lakh സ്കോളർഷിപ്പ് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അത് അവർ പറയാമെന്നല്ലാതെ അവർ കൊടുത്തണോ എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് വല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെന്തെങ്കിലും അബ്രോഡിൽ ഫ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി പുറത്താണ്, പക്ഷെ കുറച്ച് കൂടുതൽ എക്സാംസ് ക്ലിയർ ചെയ്യണം എന്നുള്ളൂ. ഇപ്പം പിന്നെ ഇന്ത്യൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം നമുക്ക് പറയാൻ പറ്റില്ല എത്ര വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം സാധാരണഗതിയിൽ 1.5 വർഷം, ഓക്കെ, 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാം ഇന്ത്യയിൽ. ചിലപ്പോൾ 2 വർഷം പോവാം. ഇനിയിപ്പോൾ വെതറും കാര്യങ്ങളൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ, വിസിബിലിറ്റി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് നടക്കില്ല. അപ്പോൾ ചിലപ്പോൾ 2ന് പുറത്ത് പോകാം. ഇത് നമ്മളെ ലക്കാണ്. ഇത് മെയിൻലി ലക്കാണ്. കമ്പ്യൂട്ടർ നമ്പർ കിട്ടാനും എക്സാം പാസ്സാവാനൊക്കെ ലക്കാണ്. കാരണം എക്സാംസിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാകുക. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസും വരുന്നുണ്ട്, 3 ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓരോ സബ്ജക്റ്റും. ഈ 3 ഓപ്ഷൻസും ഫുൾ ആൻസർ ആവും വിചാരിക്കും. അങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് റെഗുലേഷൻ പറഞ്ഞ സബ്ജക്ട്സ്. പിന്നെന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അത് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പൈലറ്റ് ആവാൻ താല്പര്യം? അഡ്വഞ്ചറീസ് ഇഷ്ടമാണോ? സ്കൈ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരെ മൈക്കിലാണ് ചോദിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ ഓർഡർ ആൻസർ മാത്രം ഒരു ക്ലാരിറ്റി ഇഷ്ടം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മൈക്കിൽ ചോദിക്കാം. കാരണം ആൻസർ പറയുമ്പോൾ എന്തിന്റെ ആൻസർ ആണ് പറയുന്നത് എന്ന് അറിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഒന്നുമില്ല. ഇപ്പം ഞാൻ ഫ്ലൈ ചെയ്യുന്ന നോർത്തേൺ റീജിയനിലാണ്, മഹാരാഷ്ട്രയിലാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്നിടത്ത് ബുർക്കും ഹിജാബൊക്കെ ഇട്ട് നടക്കുന്നവരുണ്ട്, ലോക്കൽസ് തന്നെ. പക്ഷെ നമ്മൾ പുറമേ നിന്ന് അങ്ങോട്ട് വരുമ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മഹാരാഷ്ട്രക്കാരല്ല, പുറമെ ഉള്ള ആൾക്കാരാണ്. നോർത്തേൺസിൽ ഞാൻ പഠിക്കുന്നത്, ഇപ്പം സൗത്തേൺസ് നോർത്തേൺസ് നോക്കുകയാണെങ്കിൽ നോർത്തേൺസിൽ ഇപ്പം പൊതുവെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നോർത്തേൺസും സൗത്തേൺസും തമ്മിൽ കുറച്ച് നല്ല ഡിഫറെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഹിജാബ് അലൗഡ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്നിടത്ത് അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഹിജാബ് പ്രശ്നമായിട്ട് വരുന്നില്ല. ഓക്കെ, അത് നമ്മളെ ഇഷ്ടത്തിനാണ്. നമുക്ക് ഹിജാബ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടുക, ഹിജാബ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇടുക, ഒഴിവാക്കുക. ഓക്കെ, പിന്നെ വേറെന്താ? ഹൈറ്റിൻ്റെ അത് ഇപ്പം ഇൻഡിഗോൻ്റെ കേസിൽ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളെ ഹൈറ്റ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 അതിൻ്റെ മുകളിലേക്കാണ് സാധാരണ ഉണ്ടാവില്ല. പിന്നെ 160 ഉള്ളവരുണ്ടാവും, കുറവാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിഗോയിൽ അങ്ങനെ ഹൈറ്റിൻ്റെ പ്രശ്നമായിട്ട് വരുന്നില്ല. ഇപ്പം 150ൻ്റെ എബവ് ആണെന്നുണ്ടെങ്കിൽ അവരെടുക്കും ഇൻ്റർവ്യൂ. പിന്നെ എയർ ഇന്ത്യയിലൊക്കെ 160 ഉണ്ട്. അത് ഓരോ എയർലൈൻസിലും ഹൈറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം ആ കാര്യങ്ങളൊക്കെ പറയും. CPL ഹോൾഡേഴ്സ് വേണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് CPL കിട്ടിയതിന് ശേഷം, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആ എയർലൈൻസിൻ്റെ കീഴിൽ നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് എടുക്കാം. അതായത് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുമ്പം നമ്മളിപ്പം ഫ്ലൈ ചെയ്യുന്നതൊക്കെ പഠിക്കുന്നതൊക്കെ ചെറിയ എയർക്രാഫ്റ്റാണ്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഇപ്പം നമ്മൾ A320, A380 അങ്ങനെ വലിയ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ അത് വെറുതെ ഒരു സിമുലേറ്റഡ് ട്രെയിനിങ് ആണ് ശരിക്കും ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഓക്കെ, ടൈപ്പ് റൈറ്റിങ്ങിനുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? ഓക്കെ, ഇപ്പം തിയറി 3.5 ലക്ഷത്തിന് താഴെ വരിക. ഓക്കെ, 3.5-3 ലക്ഷം അതിൻ്റെ താഴോട്ടാണ് ഫീ വരിക. പിന്നെ CPL എടുക്കാൻ 45+ ആണ്. ഇപ്പം ഞാൻ പഠിക്കുന്നിടത്ത് കുറച്ച് ചീപ്പാണ്, പക്ഷേ ചീപ്പാവുന്നതിനനുസരിച്ച് കുറച്ച് കാലം പിടിക്കും ചിലപ്പോൾ. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 50 ലാഖിൻ്റെ എബോവാണ് എല്ലാവരും ചാർജ് ചെയ്യുന്നത്. 50-55 ലാഖ് CPL മാത്രം. ഓക്കെ, പിന്നെ ചിലപ്പോൾ അക്കോമഡേഷനും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ അക്കോമഡേഷൻ നമ്മൾ പുറമെ വേറെ കൊടുക്കേണ്ടി വരും.
പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എയർലൈൻ കീഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 20 lakhs ഒക്കെ വരും ടൈപ്പ് റൈറ്റിങ്ങിന്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് എടുത്തിട്ട് ജോബ് കയറാം, അല്ലെങ്കിൽ നമ്മൾ CPL എടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറിയിട്ട് അവർ ചിലപ്പം സ്പോൺസർഷിപ്പൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വല്ലാതെ അറിയില്ല, ഇനി ഭാവിയിൽ വരുമായിരിക്കാം. ഞാൻ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ CPL പൈസ മാത്രമേ ഉള്ളൂ, ടൈപ്പ് റൈറ്റിങ്ങിനുള്ള പൈസ ഇല്ലാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ CPL കഴിഞ്ഞിട്ട് എയർലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ടൈപ്പ് റൈറ്റിംഗ് പുറമെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14 lakh 15 lakh. ടോട്ടലി ഒരു എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 lakh. പിന്നെ എല്ലാവരും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കോടികൾ വേണം, കേട്ടിട്ടുണ്ടോ? അതെ, അത് കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിങ്ങിനാണ്. അതായത് നമ്മളെ എയർലൈൻസ്, ഓരോ എയർലൈൻസും അവരുടെ കീഴിൽ കാഡറ്റ് പ്രോഗ്രാമിങ് നടത്തുക. അതായത് അവർ പഠിപ്പിക്കുക, ട്രെയിനിങ് ഒക്കെ ഫ്ലൈയിങ് ഒക്കെ അവരുടെ കീഴിൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ആദ്യം ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ള എയർലൈൻസിന് കീഴിൽ കാഡറ്റ് പ്രോഗ്രാമിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈയിങ് ഒക്കെ സ്റ്റാർട്ടാവുക. അതാണ് ആ ഒരു ഡിഫറൻറ്റ്. പക്ഷെ അതിൽ നല്ല ചാർജാണ്, അത് 1.5 കോടിൻ്റെ മുകളിൽ വേണം. അത് പൈസ കഴിക്കാൻ നടക്കുകയുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്താ? ഇന്ത്യ ഫ്ലൈ ചെയ്യാൻ അത് ഞാൻ വിചാരിച്ചു കൺവേർഷൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുറത്ത് പോയിട്ട് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർഷൻ പ്രോസസ്സിങ് കുറച്ചുണ്ട്, ഫ്ലൈ ചെയ്യണം. പിന്നെ എക്സാം പിന്നെ ഞാൻ ഓൾറെഡി ക്ലിയർഡ് ആണ്, എനിക്ക് RT മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം ശരിക്കും അത് ടൈം പിടിക്കും എന്ന് തോന്നി. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് ആണല്ലോ, ഇന്ത്യൻ ഗവൺമെൻറ് കുറച്ച് സ്ലോ ആണെന്നുള്ള നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ കൺവേർഷൻ പ്രോസസ്സ് കുറച്ച് ടൈം പിടിക്കും എന്ന് തോന്നി, അതുകൊണ്ടാണ് ഹിന്ദി ചൂസ് ചെയ്തത്. പിന്നെ ഹിന്ദിയും കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ. പിന്നെ ഈ ഫീൽഡിൽ തന്നെ കുറേ ഹിന്ദിക്കാരുണ്ടാവും, നോർത്തേൺസ് ആണ്. ഓക്കെ, കൂടുതൽ ആൾക്കാർ ഹിന്ദി സംസാരിക്കും. അപ്പോൾ ഹിന്ദി പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇംഗ്ലീഷും പഠിക്കാം, അങ്ങനെ ചൂസ് ചെയ്യുന്നത്. എല്ലാ എയർലൈൻസും അടിപൊളിയാണ്, എനിക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ടൈമിൽ നമുക്ക് ഏത് ഇൻ്റർവ്യൂ ആണോ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു എയർലൈൻ ചൂസ് ചെയ്യാം. മാമൊന്നും വിളിക്കണ്ട, ജുമാനെ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ പൊതുവേ സ്കൂളിൻ്റെ നെയിം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, റേഷ്യോ നോക്കാനുണ്ട്. ഇപ്പം എത്ര സ്റ്റുഡൻസ് എത്ര എയർക്രാഫ്റ്റ്, ഓക്കെ, ആ ഒരു കണക്ക് നമ്മൾ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കുറച്ച് എയർക്രാഫ്റ്റ് കുറേ കുട്ടികൾ ഉണ്ടായാൽ നമ്മൾ ഭയങ്കര ലാഗാവും, കുറേ വർഷങ്ങളെടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തിലുണ്ട് ഫ്ലൈയിങ് സ്കൂളൊക്കെ, പക്ഷേ അത് നല്ല ലാഗാണ്, അത് 3-4 വർഷം എടുക്കും CPL. ഓക്കെ, അപ്പം ക്ലിയർ ആയി. പിന്നെ ഫ്ലൈയിങ് സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ റേഷ്യോ നോക്കുക. ഓക്കെ, എയർക്രാഫ്റ്റിൻ്റെ എണ്ണവും സ്റ്റുഡൻസിൻ്റെ എണ്ണവും പിന്നെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ എണ്ണവും അതൊക്കെ നോക്കിയിട്ട് പോവുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കൈ പൊന്നിച്ചാൽ മതി. സ്പെക്സ് യൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാകുന്നു? ഇല്ല, പ്രശ്നമില്ല. അതായത് നമുക്കിപ്പം കുറച്ച് ബ്ലറായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്സിൽ നമ്മളെ വിഷൻ റെഡി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റും. ജോബ് വാക്കൻസി നല്ല ഉണ്ട്. കാരണം ഇപ്പം നല്ല സ്കോപ്പുള്ളൊരു ജോലിയാണ് പൈലറ്റ് എന്ന് പറയുന്നത്. ഇപ്പം അൽഹിന്ദ് നിങ്ങൾ കേട്ടില്ലേ, ട്രാവൽ ഏജൻസിയാണ്. പക്ഷേ അത് ഇനി എയർലൈനായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അത് വരും വർഷത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ എയർലൈൻസ് പുതിയ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്ലൈറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയ. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് കാണാം. ഓക്കെ, 90 എയർക്രാഫ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ്സൊക്കെ. അതും A320 A380 എന്തൊക്കെ കുറേ മെസ്സേജ് കാണാറുണ്ട്. നല്ല സ്കോപ്പുള്ള പരിപാടിയാണ്. പിന്നെ
പിന്നെ പുതിയ എയർപോർട്ട്സും വരുന്നുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ തന്നെ അവിടെ വേറെ ഏതോ പുതിയ വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ, ആഫ്റ്റർ പ്ലസ് ടു നമുക്ക് ഇതിന് പോകണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഫിസിക്സും മാത്സും 60% ആകുമ്പോൾ മാർക്ക് വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മൾ തിയറി അക്കാദമി ജോയിൻ ചെയ്യുക, അവരെ അപ്രോച്ച് ചെയ്യുക, അവരെ പിന്നെ ക്ലാസ് മെഡിക്കലിൽ എടുക്കാൻ പറയും. പിന്നെ അവർ തന്നെ പറഞ്ഞു തരും, ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി, ഇന്ന ഡോക്ടറിൻ്റെ നമ്പറൊക്കെ അവർ തന്നെ തരും. അവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. DGC എക്സാംസ് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തിയറി ചെയ്യുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ നമ്പറിന് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ. കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്തതിന് ശേഷം സബ്ജക്ട്സ് ഇപ്പോൾ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 6 സബ്ജക്ട്സ് ഒക്കെ നമ്മൾ DGCLൻ്റെ കീഴിലാണ് വരുന്നത്. DGC എക്സാംസ് ആണിത്, ഈ 6 സബ്ജക്ട്സും. മനസ്സിലായില്ലേ? എങ്ങനെ ഇൻസ്പിറേഷൻ എനിക്കുള്ള ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞു, എനിക്ക് അഡ്വഞ്ചേഴ്സും ഭയങ്കര ഇഷ്ടമാണ്, ഹൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ഞാൻ പുറത്ത് പോയാലും ഞാൻ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കും. എനിക്ക് ആ ഒരു സ്വഭാവമാണ്. ഇപ്പം രാത്രിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആകാശം ഇങ്ങനെ അട്ടത്ത് നോക്കിയിരിക്കും. ഈ സ്റ്റാർസ് അമ്പിളിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സ്വഭാവമുണ്ട്. ആ ഒരു സ്വഭാവം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ? ആ സ്വഭാവം എനിക്കുണ്ട്. അപ്പം പിന്നെ നേച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് എനിക്കൊരു ജോബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റയിലും ഇങ്ങനെ റീൽസ് കാണലുണ്ട്, കോക്പിറ്റ്സും സ്കൈയും നല്ല അടിപൊളിയാണല്ലോ, ഈവനിങ് സൺസെറ്റൊക്കെ സമയം. അപ്പം ആ ഒരു ഇതും സ്കൈ, അതായത് ഇത് പിന്നെ ഡ്രൈവിങ് ആണല്ലോ, ഐ മീൻ ഫ്ലൈയിങ് ആണല്ലോ. അപ്പം ഞാനിതിൽ കയറാൻ ശരിക്കും എന്താ കാരണം വെച്ചാൽ, ഞാൻ പറഞ്ഞു സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ കാരണം വെച്ചാൽ എനിക്ക് ആവില്ല അധികം പഠിക്കാനൊക്കെ ആവില്ല. പെട്ടെന്ന് ജോലി കയറുക, പിന്നെ ജോലി ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അതും ഫുൾ ടൈം, അതായത് ഒരു ദിവസം തന്നെ മൊത്തം മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാനാവില്ല. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ജോബും ലാപ്ടോപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ലാപ്ടോപ്പ് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനത്തെ വർക്ക്സും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട്, നമ്മളെ മൈൻഡ് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നിയൊരു ഇൻട്രസ്റ്റ് ആണ് ഇതിൽ. ഓക്കെ, പിന്നെ ഞാൻ ഇത് ഫുള്ളാക്കിയിട്ടില്ല. പിന്നെ എനിക്കധികം പഠിക്കാനാവില്ല. പഠിക്കും, അത് എക്സാംസിന് മാത്രം പഠിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫ്ലൈയിങ് മാത്രം പഠിച്ചാൽ പോരെ, വേറെ എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിചാരിച്ച് കയറി നോക്കിയപ്പോൾ പിന്നെ മനസ്സിലായി 6 സബ്ജക്റ്റൊക്കെ ഉണ്ട്, ഒക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ ഓക്സ്ഫോർഡ് ബുക്കാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് എടുക്കുക. ഓക്സ്ഫോർഡ് നമ്മളെ അക്കാദമി ഓക്സ്ഫോർഡ് ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ നന്ദി. എല്ലാവരും കുറേ ഡൗട്ട്സുകളൊക്കെ ചോദിച്ചു, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പേഴ്സണലി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ പേരെന്നെ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ MARY ആണ്, മറിയം എന്നാണ്, മറിയം. ഓക്കെ, എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇവിടെ ഈ ഒരു എത്തി നിന്നതിനും ഭയങ്കര താങ്ക്സ് ഉണ്ട്. എല്ലാവരോടും താങ്ക് യു. ഓക്കെ എന്നാൽ ശരി. റിവ്യൂ പറയണമെങ്കിൽ ഒരാൾക്ക് എല്ലാവർക്കും പ്ലസ് ടു കാർക്ക് പഠിക്കുന്ന ബുക്കാക്കാൻ പോലായിട്ടില്ല. എനിക്ക് പയറ്റാൻ ഭയങ്കര ആഗ്രഹം എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഉത്തരം എല്ലാം ജുവാന പറഞ്ഞു തന്നു. അല്ല ഭയങ്കര സന്തോഷമുണ്ട്. ഏകദേശം എല്ലാ ഡൗട്ട് ക്ലിയർ ആയി. പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെ പോകണം, എന്തെടുക്കണം എന്നുള്ള എല്ലാം ക്ലിയർ ആയി. താങ്ക് യു. ഉമ്മ കൂടെ നിന്നു. പിന്നെ ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഉമ്മ വന്നിട്ടുണ്ട് കൂടെ, അവളെ സിസ്റ്ററാണ്, താത്തയാണ് കൂടെ ഉള്ളത്. അപ്പൊ ഇവരൊക്കെ വന്നു. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങൾ വെറുതെ എന്ത് ചെയ്യും? നമ്മള് പിന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ നല്ല കരിയർ സ്വപ്നങ്ങൾക്ക് ജീവൻ ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ സൈക്കോളജിക്കലായിട്ട് പറയുന്നത്.
നിങ്ങൾ ഒരു സ്വപ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ആ സ്വപ്നങ്ങൾ നിങ്ങളെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല പിന്നെ വർണ്ണ രാജി വിരിക്കാൻ വേണ്ടി കഴിയണം. ചിലർക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ആ സ്വപ്നങ്ങളുമായിട്ട് എന്ത് ചെയ്യും? അവരിങ്ങനെ ഒന്നും ചെയ്യാതെ, സ്വപ്നങ്ങളെ താലോലിക്കാതെ, സ്വപ്നങ്ങളെ നട്ടുവളർത്താതെ, സ്വപ്നങ്ങളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എവിടെയും എത്തൂല. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പിന്നെ അൻസാർ ഓഫീസ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾക്ക് വേണ്ടി വെക്കാനുള്ള കാരണം നമ്മുടെ എസ്കോള ഇന്റർനാഷണൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു പൈലറ്റ് ആയിട്ട് പല സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ പൈലറ്റ് ആയിട്ട് പിന്നെ ഒരു കരിയറിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ എസ്കോള എന്ന് പറയുന്ന സ്ഥാപനത്തിനും അഭിമാനമായിരിക്കും. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് പാലക്കാട്